രണ്ടാം ജന്മം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? രണ്ടാം ജന്മം നേരിട്ട് കാണണം എങ്കിൽ ഇതാ കണ്ടോളൂ. കൊല്ലം കരിക്കോട് സാരഥി ജംഗ്ഷന് സമീപം KSRTC ബസ്സിനടിയിൽപ്പെട്ട യുവാവാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കരിക്കോട് ചാത്തനാകുളം സ്വദേശി 20 വയസ്സുള്ള മുഹമ്മദ് നിഹാലാണ് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ബസിന്റെ ടയറിനടിയിൽപ്പെട്ട നിഹാലിനെ 4 മീറ്ററോളം നിരങ്ങി നീങ്ങിയെങ്കിലും ഒരു പരിക്കും പറ്റിയില്ല എന്നതാണ് നിഹാലിന്റെ വിശേഷം. കേട്ടു. ഇപ്പോൾ നമ്മൾ കണ്ട ആ ദൃശ്യങ്ങളില്ലേ, ഒരു ബൈക്ക് KSRTCയെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ കാറ് തട്ടി ആ യുവാവ് KSRTC ബസ്സിന് അടിയിലേക്ക് വീഴുന്നു. ആ യുവാവിനെയും കൊണ്ട് ബസ് ഏകദേശം 4 മീറ്ററോളം മുന്നോട്ട് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. ആ ആൾക്ക് ഒരു രണ്ടാം ജന്മമുണ്ട്. ആ ആളെ കാണാം. അതിനു മുമ്പ് ഈ ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബൈക്ക് ഓടിച്ചിരുന്ന മുഹമ്മദ് നിഹാൽ കരിക്കോട് സ്വദേശിയാണ്. മുഹമ്മദ് നിഹാലാണ് ഇപ്പം നമ്മോടൊപ്പം ചേരുന്നത്. മുഹമ്മദ് നിഹാലെ, ഇതൊരു രണ്ടാം ജന്മം തന്നെയല്ലേ? അതെ. അന്ന് എന്താ സംഭവിച്ചു എന്ന് പറയാമോ? അന്ന് ഞാനൊരു KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് മഴ കാരണം പെട്ടെന്ന് ഇതുകൂടെ ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റിനൊരു ഓട്ടോയും എർട്ടികയും വന്നായിരുന്നു. ആ ടൈമിൽ തന്നെ എർട്ടികക്കാരന് എന്നെ ഓട്ടോ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച് അപ്പോഴത്തേക്ക് അവസാന നിമിഷം ഒരു കുത്തിയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് തട്ടി എൻ്റെ അതിന് ബാലൻസ് പോയി. ബസ് ഡ്രൈവർ എന്തായാലും ആ ടൈമിലൊന്ന് സൈഡ് മിററിൽ നോക്കി അപ്പം ചവിട്ടി. അതുകൊണ്ടൊരു 4 മീറ്റർ നീങ്ങിയതേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും. ബസ്സിന്റെ അടിഭാഗമൊക്കെ കണ്ടു മാത്രമല്ല വേറെ പലതും കണ്ടു. എന്തൊക്കെയാ പരിക്ക്? എന്തെങ്കിലും പറ്റിയോ കാര്യമായിട്ട്? പരിക്ക് കൈക്ക് ഒന്ന് ഒരച്ചിലുണ്ടായി, പിന്നെ കാലിനൊരു ചെറിയ നീറ്റലുപോലെ. വേറെ ഒന്നും പറ്റിയില്ല? വേറെ ഇഷ്യൂസ് ഒന്നും. ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാനാട്ടോ, ഒരു ലോട്ടറി ഒക്കെ എടുത്തേക്കണം. നമ്മളോടൊപ്പം നിഹാലിന്റെ പിതാവ് ചേരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ബൈക്കിൽ വരുന്ന കണ്ട് എതിരെ വന്ന എർട്ടികക്കാരൻ്റെ വരവ് ശരിയല്ലെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഡ്രൈവർ മിററിലൂടെ ഡ്രൈവർ ഒരു അനിൽകുമാർ KV പത്തനാപുരം ഡിപ്പോയിലെയാണ്. അദ്ദേഹം അതിലൂടെ ശ്രദ്ധിച്ച് ഇൻ അഡ്വാൻസ് പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ പുള്ളി ബ്രേക്ക് അപ്ലൈ ചെയ്തു. അതിന് ആ ഡ്രൈവറെ എത്ര അഭിനന്ദിച്ചാലും മതിയായില്ല. അത് 2 വീലർ ഓടിക്കുന്ന ആളുകളുടെ മകനാണ്. മകനോടും ഉപദേശിച്ച് കാണും. മറ്റാരുടെങ്കിലും എന്തൊരു ഉപദേശങ്ങൾ നൽകാറുണ്ട്? ഈ 2 വീലർ ഉപയോഗിക്കുന്ന എല്ലാവരോടും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടുള്ളത്, നമ്മൾ 2 വീലറിൽ പോകുമ്പോൾ പരമാവധി വേഗം 40-50 പോകുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ 2 വീലറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മഴ സമയത്ത്, ഒരു പ്രശ്നമില്ലാതെ നിൽക്കാൻ വെക്കൂ. അതുപോലെ പിന്നെ നമ്മുടെ വലിയ വാഹനങ്ങളെ മാക്സിമം ഓവർടേക്ക് ചെയ്യാതെ സമാധാനപരമായി പോവുക. പത്തനാപുരം ഡിപ്പോയിലെ KV അനിൽകുമാർ എന്ന ഡ്രൈവറോടാണ് ഈ കുടുംബം ഇപ്പോൾ കടപ്പെട്ടിരിക്കുന്നത്. അത് ആ തക്ക സമയത്ത് ആ ഡ്രൈവർ ബ്രേക്ക് ചെയ്യുകയും ഈ ജീവൻ രക്ഷിക്കാനും സാധിച്ചു. നാട്ടുകാരെല്ലാവരും ആ ദൃശ്യങ്ങളിൽ കണ്ടപ്പോൾ തന്നെ പേടിച്ചിരിക്കുന്നതായി കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആ ആൾക്കൊരു പുതുജീവൻ കിട്ടിയിരിക്കുന്ന, ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ട ആളാണ് നിഹാൽ എന്നുള്ളതാണ്. KV അനിൽകുമാറിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.